അടാ ഞാൻ തോട്ട് കയറി ഇരിക്കല്ലേ. ആഹാ ഇപ്പൊ അങ്ങനായ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ നീ ഇങ്ങനെ വന്ന് എത്തി നോക്കിയാ. സോറി ഞാൻ പോകുന്നു. നൈസിൽ സൈക്കോളജിക്കലായിട്ട് അടിച്ചിട്ട് അങ്ങ് പോകണം കേട്ടാ. ആവിടെ വാ. ആ ചേട്ടൻ നോക്കിക്കോ, ഞാൻ ശല്യപ്പെടുത്തുണ്ട്. ആ അങ്ങനെ നല്ല കുട്ടിയായിട്ടി എനിക്ക് കൂടെ കാണാൻ പറ്റണം. അത് കൊള്ളാല്ല. എന്നാ വാ നോക്ക്. ആഹാ വന്നാ എന്താണെന്ന് നേരത്തെ ഇങ്ങ് വന്നത്? ഒന്നുമില്ല, രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ്. 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് വല്ലാണ്ടായടാ. എന്നെ കടിച്ചു പിടിച്ച് 1.5 മണിക്കൂർ ഇരുന്ന്. ആ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഇരിക്കരുത്. ഒന്നും തലേക്കൂറില്ല, കോൺസെൻട്രേഷൻ കിട്ടത്തേ ഇല്ല. അപ്പൊ തന്നെ പോയേക്കണം. എനിക്കതാ പ്രശ്നം. ആ മക്കളെ ആ പ്രശ്നം മാറ്റാൻ നല്ലൊരു ഐഡിയ ഉണ്ട്, പറയട്ടാ. ഇഷ്ടട്ടാ. എന്ത് ഒരു സംശയം. പറ, എന്ത് തന്നെ സംശയം? ഈ പഠിക്കാതിരുന്ന എന്ത് പറ്റും? ആ പഠിക്കാതിരുന്നാൽ നമുക്കൊന്നും പറ്റൂല, പക്ഷെ നമ്മൾ കാരണം നാട്ടുകാർക്ക് പലതും പറ്റും. എനിക്കൊന്നും മനസ്സിലായി. മനസ്സിലാക്കണ്ട, തൽക്കാലം നമുക്ക് പഠിച്ച എന്ത് പറ്റും നോക്കാം കേട്ടാ. ഓ ആയിക്കോട്ടെ. എടാ ഓ ഞാൻ പറഞ്ഞ വഴിക്കില്ലേ അവന്മാരൊക്കെ ഉണ്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കണ അശ്വിനി ശബരിയും. അവന്മാരോടെ പോണു? അവന്മാര് സൈക്കിളിലായിരുന്നു ആ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റാ ഫുട്ബോൾ എന്നാണ്ട് കളിക്കാൻ പോണു. അവന്മാരെ വീട്ടിലോട്ട് വിളിക്കാൻ എന്ത്? ഞാൻ പോയതിനു ശേഷം ആലോചിച്ചേ, പിന്നെ ഒരു കണക്കിന് വിളിക്കാണ്ടിരിക്കുന്ന നല്ലത്. എന്തുപറ്റി? എടാ ശബരി ഇല്ലേ, അവനെ എപ്പ കണ്ടാലും കുംഫുക്കാരി മാഷാച്ചരുന്ന് വിളിച്ച് കളിയാക്കൂടാ. അതൊന്നും പോരാടെ എപ്പ കണ്ടാലും ഹൂ ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂക്കിൽ തുമ്പുന്നത് ഇങ്ങനെ നിർത്തും. തൊട്ടുള്ള രീതിയിൽ അവൻ ഇരിക്കുക. അവനെന്തോ കുഴപ്പം? ആ എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യണ. ഫ്രണ്ടായി പോയില്ലടേ. എന്തായാലും ഒരു ദിവസം അവരെ ഞാൻ കൊടുക്കും, നല്ല കണക്കായിട്ട് തന്നെ കൊടുക്കും, അത് തമാശ രൂപത്തില്. നീ കൊണ്ടുപോയേച്ചി, നിനക്ക് റൂമിൽ കയറ്റി ഇടിക്കാം. ഡീ അടങ്ങ്, എന്റെ ദേഹം നന്നോട്ട് ഒന്നവൻ അറിയും. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം. സീനിലൂടെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അതിന് ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്, ചില ഒഴിവുകളും തട്ടുകളും മർമ്മങ്ങളും ഒക്കെ. ഇവിടെ അടി കിടക്കുമ്പോൾ ഞാൻ അതല്ലേ എടുത്ത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ മുടിയും ചെണ്ടം പോലെ എൻ്റെ ഫ്രണ്ട് നിൽക്കാത്തത്. അച്ഛൻ ഇങ്ങനത്തെ ചില ഒഴിവുകളൊക്കെ അറിയാം. അല്ലെ ചേച്ചിക്ക് ഒരു തവണ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛനെ എന്നെ ഓർമ്മ ഉണ്ടാ. ആ അന്ന് അച്ഛൻ ചേച്ചി അടിക്കാൻ വന്നപ്പോഴത്തേക്കും ചേച്ചി എന്തോ ലോക്ക് കിട്ടും അച്ഛനോട് നിർത്തിയില്ലേ? പിന്നെ പൂട്ടിട്ട് നിർത്തിക്കളഞ്ഞില്ലേ. ഇടി ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഈ തട്ട് നടവൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മുഖത്ത് നോക്കി പഠിച്ചാലേ അതിന്റെ ഒരു പവർ കിട്ടത്തു. എന്തെങ്കിലാവട്ടെ, ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ. ചേച്ചി പോയാ? പോയി. ഞാൻ അമ്മയൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. ഈയിടെ ആയിട്ട് ഞാനമ്മ ഒട്ടും കാണലടാ. അമ്മ ഞാനും ഭയങ്കര ബിസി ആയില്ലേ, തിരക്കോട് തിരക്ക്. ശരി ചെല്ലടേ വല്ലേ. ഞാനും ഭയങ്കര തിരക്കാം. മാഡത്തിന് എന്താണോ തിരക്ക്? അവള് വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോളൂ. ഒരു ലക്ഷം പഠിക്ക വെച്ചേ. അമ്മ അമ്മ എനിക്കൊരു ഐഡിയ. നമുക്കേ ഒരു 2 ദിവസത്തേക്ക് ഉച്ചത്തേക്ക് ചോറ് എന്നുള്ള പരിപാടി ഒന്ന് മാറ്റി വെച്ചാലോ? ഉച്ചയ്ക്ക് ചോറെന്നുള്ള ഐഡിയ മാറ്റി വെച്ചിട്ട് രാവിലെയും രാത്രിയും മാത്രം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കാൻ അല്ലേ? കൊള്ളാം, നല്ലതാ. അങ്ങനല്ലമ്മ, പിന്നെ നമുക്ക് കുറച്ച് പഴമയിലേക്ക് പോവാം. ഉച്ചയ്ക്ക് കഞ്ഞി, പയറ്, ചമ്മന്തി, പപ്പടം, അച്ചാറ്. എങ്ങനെയുണ്ടാവും? പൊളിക്കില്ലേ? പിന്നെ പൊളിക്കും. പക്ഷേ ഇവിടെ സ്പെഷ്യലിന്റെ ആൾക്കാരാണ്, അവർക്ക് ഇതൊന്നും ദഹിക്കില്ല. അമ്മ ഇടയ്ക്കത്തെ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, ദഹനത്തിന് നല്ലതാ, ഹെൽത്തി ആയിരിക്കും. എന്റെ ഫ്രണ്ട് ഇല്ലേ അമ്മ, എന്റെ ഫ്രണ്ട് ഇല്ലേ, അവൾ അച്ഛനും അമ്മയും യോഗയ്ക്കൊക്കെ പോകുന്നതാ. അവര് കഞ്ഞിയാ. രണ്ടുപേരും കഞ്ഞിയാണോ? അല്ല 3 പേരും കഞ്ഞിയാ. പോമ്മ. അമ്മ നല്ല ഐഡിയ അല്ലേ അമ്മ? ഹെൽത്തി ഫുഡും അമ്മയുടെ പണിയും കുറയും. എന്റെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി മകളിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ വാക്കും കേട്ട് ഞാനിവിടെ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ബാക്കി 3-4 മക്കളും കൂടെ ഉണ്ട്, നിന്റെ അച്ഛനും ഉണ്ട്. അവരൊക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, അലറി ഇവിടെ കിടന്ന്. അല്ലല്ലോ എന്റെ വാക്കൊന്നും അമ്മ കേൾക്കില്ലല്ലോ. അമ്മക്ക് എന്ത് തോന്നണോ അമ്മ അത് ചെയ്യും, അത്ര തന്നെ. ഒന്ന് ഇറങ്ങിപ്പോയാ ശിവ. അമ്മയെ കുറ്റം പറഞ്ഞ അമ്മയ്ക്ക് പറ്റൂലല്ലേ? ഈ കുറ്റം പറയുന്ന ആൾക്കാരെ മേന്മ നോക്കി വേണം അവരെ പഴിയൊക്കെ കേൾക്കാൻ. എനിക്ക് പറ്റില്ല ഇപ്പൊ. ഉച്ചക്ക് എന്ത് കഴിക്കാൻ? നീ നേരത്തെ പറഞ്ഞില്ലേ നീ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പൊടിക്കൈയൊക്കെ ചുരണ്ടി എടുത്തെന്ന്? അവിടുന്ന് ഇവിടുന്ന് പൊടിക്കായി ചുരണ്ടി എടുത്തുന്നാ? പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത അടവുകളാണതൊക്കെ കേട്ടാ. അത് അച്ഛന് പോലും അറിഞ്ഞൂടാ. ഇനി നെയ്യാറ്റിയിലെ അപ്പൂപ്പിനെ നൈസിൽ സോപ്പിട്ട് പഠിച്ചതാ. അപ്പൂപ്പിനോട് ഞാൻ പറഞ്ഞു, അപ്പൂപ്പ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര ശല്യമാണ്, അപ്പൊ സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അപ്പൂപ്പ പഠിപ്പിച്ചെന്നേ. ഉള്ളത് തന്നെയാടേ. ആടി അന്ന് പാലാരോട്ട ലാലു സംഘം വന്ന ഓർമ്മയില്ലേ? അന്ന് ഒരുത്തനെ ഞാൻ ഒരു പൂട്ടിയതായിരുന്നു, കണ്ടായിരുന്നാ? നീ ഒരാളെ കെട്ടിപ്പിടിച്ചൊരു തറക്കിടക്കുന്നുണ്ട്, അത് പൂട്ടായിരുന്നാ? ആടി അല്ലടാ, അയാൾക്ക് നിന്നെക്കാൾ നല്ല ശക്തിയൊക്കെ ഇല്ലേ? നീ പൂട്ടൊക്കെ ഇട്ട് അയാൾ വീഴുവോ? അതാണ് ഈ പൂട്ടിന്റെ സ്പെഷ്യാലിറ്റി.
ഒരു കിടുക്ക് പൂട്ടിയാ ഉണ്ടല്ലോ, എത്ര ശക്തിയുള്ളവനായാലും അനങ്ങൂല്ല, അവിടെ കിടക്കും. ആനയുടെ കരുത്തുണ്ടെങ്കിലും അല്ലേ അമ്മ? ശരിയാണ്. അങ്ങനെ കുറെ അടവ് നടവൊക്കെ പഠിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അമ്മ അച്ഛന് ശരിക്കും ഇതൊക്കെ അറിയൂ? ഏ? അച്ഛനെ ശരിക്കും ഇതുവരെ അറിയൂ കളരിയൊക്കെ? അച്ഛ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മുഴുവിപ്പിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കില്ല. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകും. പിന്നെ അച്ഛൻ്റെ വീട്ടിലില്ലേ നെയ്യാറ്റിങ്കരയില്, നെയ്യാറ്റിങ്കരയിൽ അച്ഛൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതും പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. പിന്നെ പണ്ട് അവരുടെ വീട്ടിൽ ഈ കളരിത്തറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അമ്മ ഒരു വെക്കേഷൻ ടൈം 2 മാസം ഞാൻ അവിടെ പോയി നിൽക്കണം കേട്ടാ, നെയ്യാറ്റിങ്കരയില്. പിന്നെ കുറച്ച് അടവൊക്കെ പഠിച്ച് ഇങ്ങോട്ട് വരവുണ്ട്. ഞാൻ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഓ ഡാ, ആരും ദില്ലിയിലും കുഴപ്പമില്ല, ഞാൻ വരാം. അവിടെ ചെന്ന് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അടവും മർമ്മൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടെ വന്ന് കുറച്ച് പേരെയൊക്കെ ഒന്ന് ഒതുക്കാൻ. പോയേക്കാ. ആ പക്ഷെ നമ്മളെ 2 പേരെ ഒറ്റയ്ക്ക് വിടില്ല, അച്ഛനെ കൊണ്ട് പിടിക്കും. അടവും മർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ കൂടെ ശൂന്ന് വരില്ലേ? പിന്നെ അല്ല, മര്യാദയ്ക്ക് പണിയെടുത്ത് നടക്കണം. ആ മനുഷ്യനെ വഴി തെറ്റിക്കണം. നീ ഒറ്റടുത്തനാടാ. അമ്മ ഇത് പുതിയ വിദ്യ അഭ്യസിക്കാൻ പോകുന്നില്ലമ്മ, നല്ല കാര്യമല്ലേ? എടാ നീ ഏതൊക്കെ വിദ്യ അഭ്യസിക്കോടാ? നീ അഭ്യസിക്കാത്ത ഏതെങ്കിലും ഒരു വിദ്യ ഉണ്ട് ഇപ്പോ? അമ്മ എനിക്ക് 18 അടവും പഠിക്കണം. പിന്നെ നല്ല മനസ്സറിഞ്ഞ് കൃഷി ചെയ്യണം. അങ്ങനെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കണം. ആൾക്കാരെ അടുത്തറിഞ്ഞ് സംസാരിക്കണം. കേശുവേ, 15 വയസ്സിന് താങ്ങാൻ പറ്റാത്ത ചിന്താധാരകളാണല്ലോടാ ഇതൊക്കെ. അമ്മ നമ്മൾ ഓർഡിനറി അല്ലല്ലോ, സ്പെഷ്യൽ കേസല്ലേ? വല്ലാത്തൊരു സ്പെഷ്യൽ കേസ് തന്നെയാ നീ. നീ നല്ലവൻ കളിച്ച് അവസാനം എനിക്ക് തലവേനാക്കി വെക്കൂ. അമ്മ പിന്നെ എന്തുവാടാ പറയണ്ടത് നിന്റെ അടുത്ത്? ഡേ നീ വാ പറയട്ട്. എന്തോന്നു? വാടാ നീ പറ. വാടാ ഗന്ധർവാ. ഏ